ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണല്ലേ നല്ല മരണം എന്നുള്ളത്. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എല്ലാ സൽക്കർമ്മങ്ങളും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലേ ചെയ്യുന്നത്, നല്ലൊരു മരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ നമുക്ക് അതിന് മുന്നോട്ട് അത് തുടർന്ന് നമുക്ക് നല്ല ജീവിതം കിട്ടുള്ളൂ. ആഖിറത്തിലായാലും സ്വർഗത്തിൽ കടക്കാനും ഒക്കെ നമുക്ക് നല്ലൊരു മരണം വേണം അല്ലേ. നമ്മളിപ്പോൾ എത്ര നല്ല മരണം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഭാഗ്യമുള്ള നല്ല മനുഷ്യന്മാർക്ക് മാത്രമേ നല്ല മരണം ലഭിക്കുള്ളൂ അല്ലേ. ഈമാനോട് കൂടെ മരണപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ദുനിയാവിൽ നമ്മൾ ജീവിച്ചത് അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ മേടിക്കണം. അള്ളാഹുവിൻ്റെ കോപം നമ്മൾ ഇറങ്ങാതെ ഇഷ്ടം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈമാനോട് കൂടെയുള്ള മരണം ലഭിക്കുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നല്ല മരണം ലഭിക്കുക? നല്ല മരണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ പുറമെ നമ്മൾ സുന്നത്താക്കിയ കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു വിശ്വാസിയാകുന്നത്, നല്ലൊരു മുഅ്മിനായിട്ടുള്ള മനുഷ്യനാകുന്നത്. അങ്ങനെ ജീവിതകാലം മരണസമയത്ത് നമ്മളൊരു മുഅ്മിനായിട്ടുള്ള മനുഷ്യനായിരിക്കുമ്പോഴാണ് നമുക്ക് എന്താവുക, ഈമാനോട് കൂടെയുള്ള മരണം ലഭിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ മുഅ്മിനായിട്ടുള്ളൊരു മനുഷ്യനാവാൻ സാധിക്കുക? നമ്മളിപ്പോൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചതെല്ലാം അള്ളാഹു സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. കാരണം നമ്മളുടെ ചെറിയ ചെറിയ അശ്രദ്ധകൾ, ചെറിയ ചെറിയ തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നിഷ്പ്രഭമാക്കുന്ന അല്ലെങ്കിൽ അതിനെല്ലാം ഒഴിവാക്കി കളയുന്ന നമ്മുടെ ദുശീലങ്ങൾ, ഇതൊക്കെ നമ്മളുടെ അത്രയും ദിവസത്തെ അധ്വാനത്തിൽ അല്ലെങ്കിൽ കാലങ്ങളുടെ ഈമാനോട് കൂടെ മരിക്കാനും സ്വർഗം ലഭിക്കാനൊക്കെയുള്ള പരിശ്രമത്തെ നിഷ്ഫലമാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം, അതായത് മുന്നേറണം എന്നുണ്ടെങ്കിൽ ഈമാനോട് കൂടെ മരണപ്പെടാം, നല്ല മരണം ലഭിക്കാം. പ്രവാചകന്മാരൊക്കെ നമുക്കറിയാം, പ്രവാചകന്മാരുടെ അവരുടെ മരണവേദന എന്നൊക്കെ പറയുന്നത് ഈ ഒരു എണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെ അത്രയും സിമ്പിളായിട്ടാണ് അവരുടെയൊക്കെ മരണം, അത്രയും വേദനയില്ലാതെയാണ് പ്രവാചകന്മാരുടെ മരണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മരണം, നമ്മളിപ്പോൾ ഒരു ദുഷിച്ച ചീത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? നല്ലൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു എണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന പോലത്തെ മരണം നമുക്ക് നേടുക? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, വേദനയില്ലാതെ മരണപ്പെടാൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു പറയുന്ന ഈ ഒരു അമൽ, ഈ ഒരു സൽക്കർമ്മം നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മരണം, ഈമാനോട് കൂടെയുള്ള മരണം, അപ്പോൾ എണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന അത്രയും വേദനയില്ലാത്ത മരണം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തരും. നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചവനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിച്ചാലും മാത്രം പോരാ, നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം. നാം പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? നല്ലൊരു സുഖമുള്ള മരണം ലഭിക്കാൻ, വേദനയില്ലാത്ത മരണം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറയുന്നുണ്ട് മുത്തുനബി തങ്ങളോട്. നമ്മുടെ ആരെങ്കിലും ഒരാൾ ദിവസവും മുത്തുനബി തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് വീതം ചൊല്ലിക്കഴിഞ്ഞാൽ, ഓരോ ദിവസവും 10 സ്വലാത്ത് വീതം നമ്മൾ ചൊല്ലിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന അത്രയും സുഖമുള്ള മരണം, അത്രയും വേദനയില്ലാത്ത മരണം നമ്മുടെ മരണമാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിവസവും സ്വലാത്ത് ചൊല്ലുക. 10 സ്വലാത്തെങ്കിലും ദിവസവും ചൊല്ലുക. 10 സ്വലാത്തെങ്കിലും ചൊല്ലുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിവസവും നമുക്കിപ്പോൾ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ എത്ര നേരമാണ്? നമ്മൾ എത്ര നേരം വെറുതെ ഇരിക്കുന്നു, എത്ര നേരം വെറുതെ സമയം ചെലവഴിക്കുന്നു, എത്ര നേരം നമ്മൾ ഫോൺ കണ്ട് കളയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മളെ സമയം കളയുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. മിനിമം 10 എന്നാണ് പറയുന്നത്. നമുക്ക് മാക്സിമം എത്രയാവാമല്ലോ. മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അതൊരിക്കലും ഏറിപ്പോവില്ല, ഒരിക്കലും കൂടിപ്പോവില്ല, ഒരിക്കലും കൂടി പോവാത്തൊരിതാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദിവസവും മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൊരു പതിവാക്കി, ഒരു ശീലമാക്കി മാറ്റുക. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തു വരുന്ന എന്തെങ്കിലും ശീലങ്ങൾ പെട്ടെന്നൊരു ദിവസം പിടിച്ച് നമ്മളോട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും, നമുക്കത് മാറ്റാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അതിപ്പോൾ ചീത്ത ശീലമാണെങ്കിലും നല്ല ശീലമാണെങ്കിലും നമുക്കത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതാ പറഞ്ഞത്, ഈ ഒരു സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുക. നമ്മൾ ശീലിച്ചു പോകുന്ന നമ്മുടെ പതിവുകൾ നമുക്ക് മാറ്റാൻ കഴിയാത്ത പോലെ ഈ സ്വലാത്ത് ചൊല്ലുക എന്നുള്ള ഒരു കർമ്മം നമുക്ക് നിർബന്ധമാകും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യൽ നിർബന്ധമാകുന്ന ഒരു കാര്യമായിട്ട് മാറും. അങ്ങനെ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത
ഏറ്റവും വലിയ പുണ്യമാണ്, നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മരണത്തിന് വേണ്ടിയിട്ട്, വേദനയില്ലാത്ത മരണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും സ്വലാത്ത് ചൊല്ലുക, നമ്മുടെ മക്കളെയൊക്കെ ഇതിന് ശീലമാക്കുക, മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരും നല്ല ഈമാനോട് കൂടിയും വേദനയില്ലാത്ത മരണം തന്ന് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മളെല്ലാവർക്കും, നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ടാറ്റ ബൈ ബൈ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് ഒരു അടുപ്പം കുറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഓഫർ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്കൊരു നല്ല മനുഷ്യനാകാം, വേണ്ടിയിട്ട്, അള്ളാഹുവിനോടുള്ള അടുപ്പം കൂടാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാനും നോമ്പ് നിൽക്കാനൊക്കെ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മൾ അള്ളാഹുവിനോട് നല്ല മുഅ്മിനായിട്ടുള്ള, മുസ്ലിമായിട്ടുള്ള, വിശ്വാസിയായിട്ടുള്ള ഒരാളാൻ വേണ്ടിയിട്ട്, ശീലങ്ങളെല്ലാം മാറി നിസ്കരിക്കാനും നോമ്പ് നോക്കാനൊക്കെ ഇടയ്ക്ക് മടി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ എല്ലാ പൂർണ്ണമായിട്ടുള്ള ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. 20 ദിവസത്തിന് വരും നമുക്ക് 500 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ചേരുക. എങ്ങനെയാണ് ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താല്പര്യം ചേരുന്ന ഉറപ്പുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണ്. 100% ഉറപ്പ് പറയാണ്. നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് ചേരുന്ന അതേപോലെ ഉള്ള സ്വഭാവമായിരിക്കില്ല പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളാകെ മാറിയിരിക്കും, അതിൻ്റെ ഉറപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചേരുന്ന ഉറപ്പുള്ളവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം കുറേ ആൾക്കാരുണ്ട്, ഫോൺ വിളിച്ചാലും എടുക്കൂല, വാട്സപ്പ് മെസ്സേജസ് റിപ്ലൈ അല്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എത്ര ആൾക്കാരെന്ന് വെച്ചിട്ടാണ് വിളിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അല്ലാഹു തആല നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള വ്യക്തികളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.